നാളത്തെ കാര്യങ്ങളെല്ലാം ജോയലിനെ വിളിച്ച് ഏർപ്പാട് ചെയ്തിരുന്നു കിഷോർ. പോരാത്തതിന് എല്ലായിടത്തും അവൻ്റെ ഒരു മേൽനോട്ടവും ഉണ്ടായിരുന്നു. എങ്കിലും അവന് സമാധാനമില്ല. എല്ലാം അഭി തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാവിലെ കൃത്യം 10 മണിക്ക് ദേവീക്ഷേത്രത്തിലെത്തണം. ലോയറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം രഹസ്യമായി വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൂടെ അമ്പലി കമ്മിറ്റിക്കാരോട് അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ക്ഷേത്രമായതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടാകില്ല. ഒരു 11 മണിയാകുമ്പോൾ അവിടേക്കെത്തും. അവനെത്തുന്നതിന് മുൻപ് എല്ലാം റെഡിയായിരിക്കണം. അവൻ വേഗം ഫോണെടുത്ത് രമയെ വിളിച്ചു. അവിടെയെല്ലാം ഓക്കെയാണെന്നും നാളെ കൃത്യസമയത്ത് തന്നെ അവർ ക്ഷേത്രത്തിലെത്തുമെന്നും പറഞ്ഞപ്പോഴാണ് കിഷോറിന് സമാധാനമായത്. നാളെ അഭിറാമിൻ്റെ വിവാഹമാണെങ്കിലും ടെൻഷൻ മുഴുവൻ കിഷോറിനാണ്. അവൻ 2 തവണ അഭിയെന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചുവെങ്കിലും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ജമ ഉണർന്നു. അന്നത്തെ ദിവസം അവർക്ക് ഇരുപ്പുറപ്പൊന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറുന്നതിന് മുൻപ് വിവാഹം നടത്തണമെന്നാണ്. കാലത്ത് തന്നെ ചെറിയമ്മ ചിത്രയെ അണിയിച്ചൊരുക്കി കിഷോർ കൊടുത്തയച്ച ചില്ലി റെഡ് കളറിലുള്ള പട്ടുസാരിയും അതിന് മാച്ചായ ആഭരണങ്ങളും പിന്നെ പൊട്ടും പൂവും എല്ലാം കൊണ്ടും അവളൊരു സുന്ദരിയാക്കി. അധികം ഒരുങ്ങാനൊന്നും ചിത്രയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ലൈറ്റ് മേക്കപ്പ് ആയിരുന്നു ചെയ്തത്. ചിത്ര എല്ലാത്തിനും ഇരുന്ന് കൊടുത്തു. തന്നെ ആവേശത്തോടെ ഒരുക്കിറക്കുന്ന ചെറിയമ്മയെ കാണി അവൾക്ക് വേദനയേക്കാൾ പുച്ഛമാണ് തോന്നിയത്. അതും അവളോട് തന്നെ. മാറ്റിക്കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയതും വിൽക്കാൻ വെച്ചിരിക്കുന്ന വിൽപ്പന ചരക്കിനെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടി അണിയിച്ചൊരുക്കിയ കമ്പോളത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തോന്നി അവൾക്ക്. കൃത്യം 10 മണിക്ക് രോഹൻ അയച്ച കാർ അവരുടെ വീടിന് മുൻപിൽ വന്നു നിന്നതും രമയും മക്കളും ചിത്രയെ കൂട്ടി കാറിലേക്ക് കയറി. അപ്പോഴും ചലിക്കാൻ പോലും കഴിയാത്തൊരു പാവയെ പോലെയായിരുന്നു അവളുടെ ഭാവം. കാറ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും ഒന്നും അറിയാതെ അതിനകത്ത് ഹൃദയം തകർന്ന വേദനയിൽ ഇരിക്കുവാണ് ചിത്ര. അവളുടെ കണ്ണിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളികളും അവളെ സ്വയം പുച്ഛിക്കുന്നത് പോലെ തോന്നി. എന്നാൽ അതെല്ലാം നോക്കിക്കൊണ്ട് അവളെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു അഞ്ജു. കുട്ടിക്കാലം മുതലേ അവൾക്ക് അസൂയയാണ് ചിത്രയോട്. പഠിക്കാനും പാടാനും എല്ലാം അവളെയും അഞ്ജുവിനേക്കാൾ എത്രയോ മുൻപിലാണ് ചിത്ര. അതിൻ്റെ പേരിൽ അവളെ ചേർത്ത് പിടിക്കുന്നതും അഭിനന്ദിക്കുന്നതും അസൂയയോട് നോക്കി നിന്നിട്ടുണ്ട്. അതുതന്നെയാണ് അവർക്ക് ചിത്രയോടുള്ള ദേഷ്യം കൂടാനും കാരണം. കുറച്ചു മുൻപ് വിവാഹ വേഷത്തിൽ അതിസുന്ദരിയായി വിലപിടിപ്പുള്ള ഒരുപാട് ആഭരണങ്ങളും അണിഞ്ഞു നിൽക്കുന്ന ചിത്രയെ കണ്ടപ്പോൾ ദേഷ്യമോ സങ്കടമോ അസൂയ അങ്ങനെ എന്തൊക്കെയോ മഞ്ജുവിലും ഉയർന്നു നിന്നു. പക്ഷേ അവിടെയെല്ലാം അവർ സമാധാനിച്ചത് ഇത് കാശുകാരന് വേണ്ടി വില പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വിൽപ്പന ചരക്കാണ് ചിത്ര എന്നുള്ള ഉറപ്പിലാണ്. ഈ ഒരു വിവാഹത്തോടു കൂടി അവളുടെ ജീവിതം തകരും. വിവാഹം കഴിക്കാൻ പോകുന്ന വരനെ ഇതുവരെ ആരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇത്രയും പണം കൊടുത്ത് ഇവളെ പോലെ ആരുമില്ലാത്തൊരു അനാഥയെ വിവാഹം കഴിക്കണമെങ്കിൽ ഒരു 10-60 വയസ്സുള്ളൊരു സമ്പന്നനായ കിളവനായിരിക്കുമെന്ന് അവർക്കുറപ്പായിരുന്നു. ഇനി അല്ലെങ്കിൽ തന്നെ കൂടി വന്ന് 2 വർഷം അത് കഴിഞ്ഞാൽ ഇവൾക്ക് പണം കൊടുത്ത് അവർ ചിത്രയെ ഒഴിവാക്കുകയും ചെയ്യും. 50 ലക്ഷം തങ്ങളുടെ കയ്യിൽ ഭദ്രമാക്കിയതിനു ശേഷം ഇനിയുള്ള കാലം മുഴുവൻ അവളെ കൊണ്ട് ജോലിയെടുപ്പിച്ച് ആ പണത്തിൽ ഇതുവരെ ജീവിച്ചതുപോലെ സുഖമായി മുന്നോട്ട് ജീവിക്കും. പോരാത്തതിന് വീട്ടു ജോലി ചെയ്യാൻ ഒരു വേലക്കാരിയും. അത് മനസ്സിലോർത്തൊന്ന് ക്രൂരമായി അഞ്ജു ചിരിക്കുമ്പോൾ ഇതുതന്നെയായിരുന്നു രമയുടെയും മഞ്ജുവിൻ്റെയും മനസ്സിലും. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ള ഒരു ചെറിയ ദേവീക്ഷേത്രത്തിന് മുൻപിൽ ആ കാറു നിന്നു. അതിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ചിത്രയെ കാത്തുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് മുൻപിൽ ടെൻഷനോടുകൂടി കിഷോറും ജോയലും നിൽപ്പുണ്ടായിരുന്നു. സത്യത്തിൽ രമയോടൊപ്പം വിവാഹവേഷത്തിൽ പുറത്തേക്കിറങ്ങുന്ന ചിത്രയെ കണ്ടപ്പോഴാണ് കിഷോറിൽ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് വീണത്. അതുവരെ ഒരു ടെൻഷനായിരുന്നു. അബിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. അതിൻ്റെ ചുമതലയെല്ലാം അവൻ ഏൽപ്പിച്ചത് തന്നെയാണ്. ഈ നിമിഷം വരെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് പോലുമില്ല. കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രമ അമ്പലത്തിന് മുൻപിൽ നിൽക്കുന്ന കിഷോറിനെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ അവർ അയാളുടെ അടുത്തേക്ക് പോയി. ചിത്രയുടെ അടുത്ത് നിൽക്കുന്ന അഞ്ജുവും മഞ്ജുവും അമ്പലത്തിന് പുറത്ത് അവരെ കാത്തു നിൽക്കുന്ന കിഷോറിനെ ഒന്ന് നോക്കി. വെളുത്ത നിറം, നല്ല കറുത്ത മുടിയിഴകളും അവ നീട്ടി വളർത്തിയിട്ടുണ്ട്. പോരാത്തതിന് ചിരിക്കുമ്പോൾ നുണക്കുഴി വീഴുന്ന കവിളും നല്ല ഭംഗിയുള്ള കണ്ണുകളും ചുണ്ടും, ചുരുക്കി പറഞ്ഞ നല്ല സുന്ദരൻ. ഒരു നിമിഷം 2 പേരും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. ഉടനെ 2 പേരിലും വെള്ളിരി വെട്ടി. ഇനി ഇവനാണോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഒരു കോൺട്രാക്ട് വിവാഹമാണെങ്കിലും ഇത്രയും സുന്ദരനായ ഒരു യുവാവ്
അതും നല്ല കാശുകാരൻ. അവർക്ക് വീണ്ടും അരിശം വന്നു തുടങ്ങി. ചിത്ര അപ്പോഴും ഒന്നും അറിയാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുവാണ്. സാറേ, ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയില്ലേ? അവനെ നോക്കി ആകാംക്ഷയോടെ ചോദിക്കുന്ന ചെറിയമ്മയെ നോക്കിക്കൊണ്ട് പുച്ഛത്തിലൊന്ന് ചിരിച്ചു കിഷോർ. അതെ, പക്ഷേ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, വരൻ എത്തിയിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് ചിത്രയെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ അകത്തേക്ക് പോയി. അവർക്ക് പുറകെ ചിത്രയുടെ കൈപിടിച്ച് രമയും. എന്നാൽ അപ്പോഴാണ് അഞ്ജുവിനും മഞ്ജുവിനും സമാധാനമായത്. എന്തായാലും ഇയാളല്ല കെട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞല്ലോ, സമാധാനം. ടെൻഷനോടെ തൻ്റെ കയ്യിലുള്ള വാച്ചിലേക്ക് നോക്കി നിൽക്കുവാണ് കിഷോർ. സമയം 10:45. കൃത്യം 11 മണിക്ക് മുൻപ് തന്നെ വിവാഹം നടന്നിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാം വെറുതെയാവും. അരമണിക്കൂർ മുൻപ് തന്നെ ലോയറും അവിടെ എത്തിയിരുന്നു. കിഷോർ വേഗം സമയം പോയിക്കൊണ്ടിരിക്കുവാണ്. സാറിനെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. അറിയാലോ, സമയം പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വെറുതെയാവും. അത് കേട്ടതും കിഷോറിൻ്റെ ടെൻഷൻ അധികമായി. ഒന്നുകൂടെ ഫോൺ എടുത്ത് അബി എന്ന പേരിലേക്ക് ഡയൽ ചെയ്തതും ആ ക്ഷേത്രത്തിന് മുൻപിൽ ഒരു ബെൻസ് കാർ വന്നു നിന്നു. അഭിമന്യുവിനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അമ്പലത്തിന് പുറത്ത് കാത്തുനിന്ന് കിഷോറിൻ്റെയും ലോയറുടെയും കണ്ണുകൾ ആകാംക്ഷയോടുകൂടി ആ കാറിനകത്തേക്ക് പാഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ആ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് തുറന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കണ്ടാൽ ഒരു 28-30 വയസ്സ് തോന്നിക്കുന്ന ഒത്ത ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ഉറച്ച ശരീരവുമുള്ള സുന്ദരനായൊരു യുവാവ്. ബ്ലാക്ക് കളർ പാൻസും പിന്നെ ഒരു വൈറ്റ് കളർ ഷർട്ടും അതിനു മുകളിൽ ബ്ലാക്ക് കളർ ബ്ലേസറുമാണ് വേഷം. അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഗൗരവം കണ്ണുകളിലെ അഗ്നിയും ആരെയും അവനിലേക്ക് ആകർഷിക്കുന്നതായിരുന്നു. എന്നാൽ ഇതേ സമയം കാറിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അഭിമന്യുവിനെ കണ്ടതും കിഷോറിൻ്റെയും ലോയറിൻ്റെയും ഉള്ളിൽ ഒരു നെടുവീർപ്പുയർന്നു. അബി. ആശ്വാസത്തോടുകൂടി കിഷോർ അവൻ്റെ പേര് മൊഴിഞ്ഞതും അപ്പോഴേക്കും അഭിറാം അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. എവിടെയായിരുന്നു അബി നീ? എത്ര നേരമായി ഇവിടെ, ഞങ്ങൾ എല്ലാം നിന്നെ കാത്തിരിക്കുന്നു. അവനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെയും ടെൻഷനോടെയും സംസാരിച്ചതും അതിനിടയിലേക്ക് ലോയർ കയറി. കിഷോർ, നമുക്ക് പിന്നെ സംസാരിക്കാം, സമയം പോയിക്കൊണ്ടിരിക്കുക, ഇനി 10 മിനിറ്റ് കൂടെയുള്ളൂ. സർ, വരൂ. അവസാനം അഭിരാമിനെ നോക്കിക്കൊണ്ട് ലോയർ ഭവ്യതയോടെ പറഞ്ഞുകൊണ്ട് അമ്പലത്തിനകത്തേക്ക് പോയി. അതിനു പുറകെ അവരും. അപ്പോഴും അമ്പലത്തിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ദേവി വിഗ്രഹത്തിന് മുൻപിൽ കൈകൂപ്പി നിൽക്കുവാണ് ചിത്ര. പറയാനോ ചോദിക്കാനോ അവൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സ് മുഴുവൻ ഒരു മരവിപ്പാണ്. പെട്ടെന്നാണ് അടുത്താരോ വന്നു നിൽക്കുന്നത് പോലെ തോന്നിയത്. അതാരാണെന്നറിയാനോ തല ഉയർത്തി നോക്കാനോ ചിത്ര മുതിർന്നില്ല. എന്നാൽ അതേ നിൽപ്പിൽ തന്നെ തൻ്റെ കഴുത്തിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയതും ഒരു ഞെട്ടലോടെ ചിത്ര കണ്ണു തുറന്ന് നോക്കിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും അഭിമന്യുവിൻ്റെ പേര് കൊത്തിയ താലി അവളുടെ കഴുത്തിലേക്ക് വീണിരുന്നു. തൻ്റെ തൊട്ടു മുൻപിൽ നിൽക്കുന്നവനിലേക്ക് ചിത്രയുടെ കണ്ണുകൾ പതിഞ്ഞതും അവളുടെ ഉള്ളിൽ എന്തിനെന്നറിയാതൊരു വിറയൽ കടന്നുപോയി. ഞെട്ടലോടെ തൻ്റെ കഴുത്തിലേക്ക് നോക്കിയതും അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അഭിമന്യുവിൻ എന്ന് പേര് കൊത്തിയ താലി. അത് കണ്ടതും എന്തിനെന്നറിയാതെ അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി താഴേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു. നിമിഷനേരം കൊണ്ട് അവളുടെ സീമന്തരേഖയിലേക്ക് അവൻ സിന്ദൂരം ചാർത്തിയിരുന്നു. അപ്പോഴും പകപ്പോടെ അവനെ നോക്കി നിൽക്കുവാണവൾ. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന അയാളുടെ ഭാര്യയായിരിക്കുന്നു താന്. അത് പേര് പോലും അറിയാത്തൊരാളുടെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അവളെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ ലോയർ നീട്ടിയ മുദ്രപത്രത്തിലേക്ക് സൈൻ ചെയ്ത ഉടനെ പതിവ് ഗൗരവത്തോടെ അവൻ മുദ്രപത്രം അവൾക്ക് നേരെ നീട്ടിയിരുന്നു. അപ്പോഴും വിറയ്ക്കുന്ന ശരീരത്തോടെ എന്തു ചെയ്യണമെന്ന് മനസ്സിലാവാതെ നിൽക്കുവാണ് ചിത്ര. ഗൗരവത്തോടെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവനെയും അവൻ്റെ കയ്യിലുള്ള മുദ്രപത്രത്തിലേക്കും അവൾ പകപ്പോടെ നോക്കി നിന്നു. തന്നെയും മുദ്രപത്രത്തിലേക്കും പകപ്പോടെ നോക്കി നിൽക്കുന്നവളെ കാണി എവിടെ നിന്നോ അഭിമന്യുവിൻ്റെ ദേഷ്യം നിറഞ്ഞു തുളുമ്പി. സമയം കടന്നു പോകുന്നു. തൻ്റെ വാച്ചിലേക്ക് നോക്കിയതും ഇപ്പോൾ തന്നെ സമയം 10:55. ഇനി വെറും 5 മിനിറ്റ് കൂടെ. സൈൻ ചെയ്യാൻ. അവളെ നോക്കി ഉറച്ച ശബ്ദത്തിൽ, അതിലുപരി വളരെ ദേഷ്യത്തിൽ അവൻ അലറിയതും ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് ആ മുദ്രപത്രവും പേനയും വാങ്ങി അതിലേക്ക് സൈൻ ചെയ്തിരുന്നു അവൾ. അതുകൂടാതെ വേറെയും ചില പേപ്പറുകളിൽ അവരുടെ 2 പേരുടെയും സൈൻ വാങ്ങിയിരുന്നു. അവസാനം എല്ലാ പേപ്പറുകളും ലോയറെ ഏൽപ്പിച്ചതിനു ശേഷം അയാളെയും കൂട്ടി ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ അമ്പലത്തിന് പുറത്തേക്ക് പോയി. അവൻ്റെ പോക്ക് കണ്ടതും കിഷോറും അവന് പുറകെ തന്നെ പോയി. കാറിനടുത്തെത്തിയതും അവൻ ലോയറെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അയാൾ സംസാരിച്ചു തുടങ്ങി. സർ, ഫോർമാലിറ്റിയൊക്കെ കഴിയാൻ
ഒരു 2 മാസം ടൈം എടുക്കും. അതുവരെ ഓക്കെ സർ, ഞാനെന്നാൽ. അവൻ്റെ ഗൗരവത്തിലൊന്ന് മൂളിയതും അവനെ നോക്കി അത് പറഞ്ഞുകൊണ്ട് ലോയർ അയാളുടെ കാറിനടുത്തേക്ക് പോയിരുന്നു. അബി. കാറിലേക്ക് കയറാൻ തുനിഞ്ഞ അഭിമന്യുവിനെ കിഷോറിന്റെ വിളി കേട്ടതും അവിടെ സ്വിച്ചിട്ടതുപോലെ നിന്നു. അത് കണ്ടതും കിഷോർ അവൻ്റെ അടുത്തേക്ക് പോയി. നീ എത്ര തിരക്കിട്ട് എങ്ങോട്ട് പോകുക അബി? നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ് ഞാനെല്ലാം റെഡിയാക്കിയതെന്ന് അറിയുമോ? എന്നിട്ടും നീ എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ പോകുവാണോ? ശ്വാസം പോലും വിടാതെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കുമ്പോൾ അവനെ ഒന്ന് നോക്കി അബി. എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് കിഷോറിനോടായി പറഞ്ഞു, 11:30 എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ അവളോടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ? ഇല്ലെങ്കിൽ എല്ലാം പറഞ്ഞ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതിന് ശേഷം വിട്ടാൽ മതി. അത് പറഞ്ഞു കഴിഞ്ഞതും കിഷോറിനെ ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ അവൻ വേഗം തൻ്റെ കാറുമെടുത്ത് അമ്പലത്തിൻ്റെ പടി കടന്നു പോയി. ഇവൻ ഈ ജന്മം നന്നാവില്ല. അവനെ നോക്കി പിറുപിറുത്തുകൊണ്ട് കിഷോർ അമ്പലത്തിനകത്തേക്ക് പോയി. അബി അവിടെ നിന്ന് പോയിട്ട് മരം പോലെ നിൽക്കുവാണ് ചിത്ര. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. എന്നാൽ രമ അവർ പോയ വഴിയെ നോക്കി നിൽക്കുവാണ്. 10 ലക്ഷമാണ് അഡ്വാൻസ് തന്നത്. ഇനിയും 40 ഇന്ന് തരാമെന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ അവരെ കാണുന്നില്ലല്ലോ. തൻ്റെ പണം നഷ്ടപ്പെടുമോ എന്നുള്ള വേവലാതിയാണ് രമയ്ക്ക്. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന അഞ്ജുവും ചിത്രയുടെ വരനെ കണ്ട ഞെട്ടലിലാണ്. കഴിഞ്ഞ ആഴ്ച നൗ ഇന്ത്യ എന്ന മാഗസിനിൽ കണ്ട ബെസ്റ്റ് ബിസിനസ്മാനുള്ള നാഷണൽ അവാർഡ് വാങ്ങിയ അഭിമന്യു ദുർഗാദേവി എന്ന ബിസിനസ്മാനെ നേരിട്ട് കണ്ട ഞെട്ടലിലാണ് അവർ രണ്ടുപേരും. സത്യത്തിൽ അപ്പോൾ തുറിച്ചു വന്ന കണ്ണുകൾ ഇപ്പോഴും നേരെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴേക്കും കിഷോർ തിരികെ അവർക്കരികിലേക്ക് എത്തിയിരുന്നു. ആദ്യം അവൻ്റെ കണ്ണിൽ പതിഞ്ഞത് മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന ചിത്രയെയാണ്. വിവാഹവേഷത്തിൽ അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് എങ്കിലും ഒരു വധുവിൻ്റെ ഒരു സന്തോഷവും അവളുടെ മുഖത്തില്ല. പകരമെല്ലാം നഷ്ടപ്പെട്ടവളുടെ നിസ്സഹായത മാത്രമാണ്. അവൻ്റെ കണ്ണുകൾ അവളുടെ മാറിൽ പറ്റിക്കിടക്കുന്ന അഭിമന്യു അണിയിച്ച താലിയിലേക്ക് പോയി. സാറേ. രമയുടെ ശബ്ദം കാതിലേക്ക് പതിഞ്ഞതും അവൻ്റെ കണ്ണുകൾ അവർക്ക് നേരെ പോയി. അത് ബാക്കി ക്യാഷ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അവൻ്റെ മുഖത്തേക്ക് നോക്കി ആവേശത്തോടെ ചോദിക്കുമ്പോൾ ചെറിയമ്മയുടെ കണ്ണിൽ കാണുന്ന പണത്തിനോടുള്ള ആർത്തിക്ക് നേരെ കിഷോർ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. പിന്നെ അവരോടായി പറഞ്ഞു, തരാം. അതിനു മുൻപ് കുറച്ച് പേപ്പറിൽ കൂടെ സൈൻ ചെയ്യാനുണ്ട്. അവരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞതും ചെറിയമ്മയുടെ മുഖം മങ്ങി. എന്നാൽ അത് കാര്യമാക്കാതെ അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചത് താൻ വന്നതറിഞ്ഞിട്ട് മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന ചിത്രയിലാണ്. ചിത്ര. അവളെ നോക്കി അവൻ ഉറക്കെ വിളിച്ചതും അതുവരെ മറ്റൊങ്ങോ നോക്കി നിന്നവൾ തല ഉയർത്തി അവനെ നോക്കി. വരൂ, കുറച്ച് സംസാരിക്കാനുണ്ട്. അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞതും ഒട്ടും താല്പര്യമില്ലെങ്കിലും അവനെ അനുസരിക്കാൻ അവൾ ബാധ്യസ്ഥതയാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ വേഗം അവനോടൊപ്പം നടന്നു. അവർക്ക് പുറകെ നടക്കാൻ നിന്ന രമയെ കിഷോർ കടുപ്പിച്ചൊന്ന് നോക്കിയതും അവർ സ്വിച്ചിട്ടതുപോലെ അവിടെ തന്നെ നിന്നു. ചിത്രയെ കൂട്ടി അമ്പലത്തിനോട് ചേർന്നുള്ള ചെറിയ ഓഫീസ് റൂമിലേക്കാണ് കിഷോർ പോയത്. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഓഫീസ് റൂമിലുള്ള ടേബിളിൽ വെച്ചിരുന്ന ഫയലെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. തൻ്റെ മുന്നിലേക്ക് നീളുന്ന ഫയൽ കണ്ട് ചിത്ര സംശയത്തോടെ മുഖം ഉയർത്തി അതിലേക്ക് നോക്കി. അഭിമന്യു ദുർഗാദേവിയുമായുള്ള ചിത്രയുടെ മാരേജ് കോൺട്രാക്റ്റ് ആണിത്. ഇതിൽ ചിത്രയുടെ സൈൻ വേണം. അവളുടെ മുഖത്തെ ഭാവങ്ങൾ വീക്ഷിച്ചുകൊണ്ട് കിഷോർ അത് പറഞ്ഞതും അവനിൽ നിന്ന് വേഗം ആ ഫയൽ വാങ്ങി അതിലേക്ക് സൈൻ ചെയ്തിരുന്നു അവൾ. അവളുടെ ആ പ്രവൃത്തി കാണി കിഷോറിൻ്റെ നെറ്റി സംശയത്താൽ നിന്ന് ചുളിഞ്ഞിരുന്നു. ചിത്രയ്ക്ക് അതൊന്ന് വായിച്ചു നോക്കാമായിരുന്നില്ലേ? അതിൻ്റെ ആവശ്യമില്ല സർ. ചെറിയമ്മനെ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയ്ക്ക് വിറ്റപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടിമയായി കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. അതിനെന്താണെങ്കിലും എനിക്ക് സമ്മതം. തൻ്റെ മുഖത്ത് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ അതിലുപരി ഇടറുന്ന ശബ്ദത്തോടെ സംസാരിക്കുന്ന ചിത്രയെ എന്തെന്നില്ലാത്ത വേദന തോന്നി കിഷോറിന്. ഒരു വേള ഈ കോൺട്രാക്റ്റിലേക്ക് അവളെ പിടിച്ചിട്ടത് അബദ്ധമായോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയ ഒരു നിമിഷം.